കഷ്ടതകളിൽ തളർന്നു പോകരുത്. കഷ്ടതകളെ, വേദനകളെ നിങ്ങൾ നേരിടുക. ഉറപ്പായി നിങ്ങൾക്ക് വേണ്ടി ദൈവം ജയം തരും. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന ഏതാണ്? കഷ്ടതകളെ നേരിടുക, ജയം നിങ്ങൾക്ക് ഉറപ്പ്. എപ്പോഴും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല മേഖലകളിൽ നിന്ന് പ്രശ്നങ്ങൾ കടന്നു വരും. അത് സാമ്പത്തിക മേഖലയായിരിക്കാം, അത് ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, അത് ചിലപ്പോൾ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളായിരിക്കാം, തലമുറകളുടെ പ്രശ്നങ്ങളായിരിക്കാം, പല പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. നമ്മൾ അവിടുന്ന് ഒളിച്ചോട്ടം നടത്തി എനിക്കിതൊന്നും നേരിടാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നേരിടാൻ പറ്റുകയില്ല, ജയിക്കുകയില്ല. എന്നാൽ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല, ഞാൻ എല്ലാറ്റിനെയും ജയിക്കേണ്ട ആളാണ്, എനിക്കിനിയും ദൂരങ്ങൾ മുൻപോട്ട് പോകാനുണ്ട്, ഒരുപാട് മുൻപോട്ട് പോകാനുണ്ടെന്ന് തിരിച്ചറിയുന്നവരുണ്ട്. എല്ലാവർക്കും ആ ശബ്ദം കേൾക്കാനും പറ്റുകയില്ല. ഏലിയാവ് ഭയങ്കര ഭക്തനാണ്, ഭയങ്കര ധൈര്യശാലിയാണ്, ഒന്നിനെയും ഭയപ്പെടുന്നവനല്ല. എന്നാൽ ഈസബേലിന്റെ ഒറ്റ വാക്കിന്റെ മുമ്പിൽ ഏലിയാവ് ഭയപ്പെട്ടു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ ഏലിയാവ് ഭയപ്പെട്ട് ഓടി ബേർശേബ മരുഭൂമിക്ക് അപ്പുറത്ത് എന്നിട്ട് ഒരു ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുകയാണ്. ഞാൻ മരിച്ചോളാം. ഭയത്തിന്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ഭയത്തെ നമ്മൾ ജയിച്ചില്ലെങ്കിൽ ആ ഭയം ക്രമേണ നമ്മളെ കീഴ്പ്പെടുത്തിയാൽ അത് മരണത്തിന്റെ ചിന്തകളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭയത്തെ ഓവർകം ചെയ്യാനുള്ള ദൈവശബ്ദം കേൾക്കാനോ പ്രാർത്ഥിക്കാനോ അതിനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം. ഭയം അവിടെ ഇരിക്കട്ടെ എന്നൊരിക്കലും അവസരം കൊടുക്കരുത്. കാരണം അത് രഹസ്യമായ അവസരങ്ങളിൽ ഭയത്തിന്റെ പ്രവൃത്തികൾ ചെയ്യും, ഭയത്തിന്റെ ആത്മാവ് വർക്ക് ചെയ്യും. എന്നാൽ പരിശുദ്ധ ആത്മാവുള്ള നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പരിശുദ്ധ ആത്മാവ് നമുക്ക് അതിനെ ജയിക്കാനുള്ള വചനം തന്നുകൊണ്ടിരിക്കും. ഏലിയാവ് ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുമ്പോൾ ദൈവത്തിന് ദൂതനെ ദൈവം അയച്ചു. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ എന്തുമാത്രം പ്രശ്നത്തിലൂടെ പോവുകയോ ഭയം നമ്മളെ അലട്ടാൻ വരികയോ ചെയ്താൽ ദൈവം വെറുതെ ഇരിക്കുകയല്ല, നമ്മളെ കൈപിടിക്കാനും ധൈര്യപ്പെടുത്താനും വചനം തരും. നിങ്ങൾ ഈ വചനം കേൾക്കുന്നു, അങ്ങനെ ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്നത് കൊണ്ടാണ്. ഏലിയാവിന് വചനം അയച്ചു കൊടുക്കുക, ദൂതനെ വെച്ചിട്ട് പറയാണ്, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്, നീ എഴുന്നേക്ക്. അപ്പവും വെള്ളമൊക്കെ കൊടുത്തിട്ട് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ യഹോവയുടെ പർവ്വതമായ ഹോരേബ് വരെ നടന്നു. ഒറ്റ നടപ്പിൽ 1 മാസവും 10 ദിവസവും ഒറ്റ നടപ്പിൽ. അപ്പം ദൈവം ഒരു പുതിയ കരുത്ത് തരിക. ഒത്തിരി മുമ്പോട്ട് പോകാനുണ്ട്, ഇത് തീരാനുള്ള സമയമല്ല, ഇതുകൊണ്ട് നീ തീരത്തുമില്ല. നിന്റെ തലയ്ക്ക് ആരൊക്കെ വില പറഞ്ഞാലും, നിന്റെ ഭവനം അല്ലെങ്കിൽ നിന്റെ കുടുംബം, നിന്റെ കുഞ്ഞുങ്ങൾ തകരുമെന്ന് പറഞ്ഞാലും, ഇതിനപ്പുറത്തേക്ക് നിനക്ക് ഇനി വഴിയില്ല, തീർന്നു, ഇത്രയൊക്കെ ജീവിച്ചല്ലോ എന്ന് പറഞ്ഞ് നിർത്താൻ നോക്കിയാലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവൻ അവൻ പറയും, നിനക്കിനിയും ദൂരയാത്ര ചെയ്യാനുണ്ട്. ആമേൻ. അപ്പൊ അത് കേൾക്കാനാണ് നാം നിൽക്കേണ്ടത്. ഹല്ലേലൂയ. കഷ്ടതകളെയും ഭീഷണികളെയും ഭയപ്പെടണ്ട, നേരിടുക, നമ്മളതിനെ ജയിക്കും. ഹല്ലേലൂയ. യേശു കഷ്ടതകളെ ഭയപ്പെട്ടില്ല, കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഭയപ്പെട്ടില്ല, ഭീഷണികളെ ഭയപ്പെട്ടില്ല, നേരിടുകയാണ് ചെയ്തത്. സകലത്തെയും നേരിടുവാൻ നിങ്ങൾ ആരെ തിരയുന്നു? നസ്രായനായ യേശുവിനെ, അത് ഞാൻ തന്നെ. അങ്ങനെയെങ്കിൽ ഇവർ പോകട്ടെ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ പറഞ്ഞയച്ച് യേശു അവരുടെ കൂടെ പോവുകയാണ്. ഹല്ലേലൂയ. യേശു തന്നെ പറഞ്ഞു, ഇവർ എനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലല്ല, ദൈവം എന്നെ ഇതിനുവേണ്ടി ആക്കിയിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് ഈ നാഴിക ഞാൻ അങ്ങനെ നേരിടുകയാണ്. ചുരുക്കത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള ഒരു കരുത്ത് ദൈവം തന്നാലേ നമുക്ക് നേരിടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ധൈര്യത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞ കാര്യം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഇതെല്ലാം നേരിടേണ്ടതാണ്. എന്നാൽ യേശു പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടതകളെ ധൈര്യത്തോടെ നേരിടണം. കഷ്ടതകളിൽ നിന്ന് ഒളിച്ചോട്ടം വേണ്ട. കഷ്ടത ഇല്ലാത്ത ജീവിതം ആർക്കും ഉണ്ടാകില്ല. കഷ്ടത ലോകത്തിലുണ്ട്, എന്നാൽ നിങ്ങൾ അതിനെ ധൈര്യത്തോടെ നേരിട്ടാൽ നിങ്ങൾ ജയിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവം അങ്ങനെ വെച്ചിരിക്കുന്ന വ്യവസ്ഥയെല്ലാം, ദൈവത്തിന്റെ പദ്ധതികളെല്ലാം നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. അവരുടെ മനസ്സ് ഉറച്ചു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 14-ാം അധ്യായത്തിൽ ദർബയിൽ നിന്ന് പൗലോസ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുന്ന കാര്യം പറഞ്ഞു. അനേകം കഷ്ടങ്ങളിൽ കൂടി നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു.
14:20 മുതൽ 22 വരെയുള്ള വാക്യമാണ്. അപ്പോൾ നമ്മൾ കഷ്ടതയിലൂടെ പോകേണ്ടതാണ്. എന്നാൽ നമുക്കതിനെ ജയിക്കാൻ പറ്റും, ഓവർകം ചെയ്യും. കഷ്ടത ഇല്ല എന്ന് പറയുന്നവർ കഷ്ടതയിലൂടെ പോകേണ്ടി വരും. എന്നാൽ നിങ്ങൾ ജയിക്കും. ഒരു കഷ്ടത നിങ്ങളെ തകർത്ത് കളയുകയില്ല. ഒരു കഷ്ടത. ഇപ്പൊ പൗലോസ് റോമലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്നത്, നിന്റെ നിമിത്തം ഞങ്ങളെ അറക്കാനുള്ള ആടുകളെ പോലെ എണ്ണുന്നു. എന്നാൽ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ വാളോ എന്തു വന്നാലും ക്രിസ്തുയേശുവിലുള്ള സ്നേഹത്തിൽ തന്നെ വേർതിരിപ്പാൻ പറ്റുകയില്ല. കഷ്ടത വന്നാൽ എന്നെ വേർതിരിക്കാൻ പറ്റുകയില്ല. ദൈവസ്നേഹമാണ് എൻ്റെ വിഷയം. ഹല്ലേലൂയ. കഷ്ടതയോ ഉപദ്രവമോ ആപത്തോ എന്തു വന്നാലും, അപ്പൊ ഞാൻ അതിലൊക്കെ ഉറച്ചിരിക്കുക, കർത്താവിൽ ഉറച്ചിരിക്കുക. എനിക്ക് എൻ്റെ വിഷയം കർത്താവാണ്. അപ്പൊ വേറെ ഒന്നും എൻ്റെ വിഷയമേ അല്ല. നമുക്കതിനെ നേരിടാൻ പറ്റും. ഹല്ലേലൂയ. ഇത് പറയും, ഞാൻ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല, ഇത്രയും കഷ്ടതയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരായിരുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയല്ല. ഇതെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പൗലോസിനോട് പറഞ്ഞു, ആരോ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, നിന്നെ ചേഞ്ച് ചെയ്യാൻ പോകുന്നു, നിന്നെ കൈയും കാലും ബന്ധിക്കാൻ പോകുന്നു, എല്ലാവരും കൂടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടാനല്ല, ഞാൻ യെരൂശലേമിൽ മരിക്കാൻ ഒരുങ്ങിയിരിക്കുക. അപ്പൊ അതിന്റെ കാരണം ഭയപ്പെടുന്നില്ല, കഷ്ടതകളെ ഭയപ്പെടുന്നില്ല. ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്റെ ജീവിതം കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. ആ പറഞ്ഞ പൗലോസിനെ ബന്ധിച്ചവർക്ക് കൊല്ലാൻ പറ്റിയില്ല. ആരൊക്കെ ചീന്തിക്കളയുമെന്ന് പറഞ്ഞ് നോക്കിയിട്ടും ചീന്തിക്കളയാൻ കൊടുത്തില്ല. ദൈവം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടാണ്. കപ്പൽ ഛേദത്തിലാകപ്പെട്ട തകരാൻ സമ്മതിച്ചില്ല. പാമ്പ് കടിച്ചിട്ടും അണലി കടിച്ചിട്ടും അവൻ മരിച്ചില്ല. ഒരുപാട് പ്രാവശ്യം അവനെ കൊല്ലുവാൻ ശ്രമിച്ചിട്ടും മരിച്ചില്ല. അപ്പം ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഞാൻ കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യം സമയത്തെ ദൈവം ചെയ്യുള്ളൂ. അപ്പൊ അതുവരെ ഒരു ശത്രുവും തൊട്ടാലും എന്ത് ചെയ്താലും തകരുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടെങ്കിലും നിങ്ങൾ നേരിടുക. എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്, സകലത്തിലും എന്നെ ദൈവം കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, എൻ്റെ കർത്താവ് കൂടെ നിൽക്കുന്നുണ്ട്. അതെ, നിങ്ങൾ ജയിക്കും. ഹല്ലേലൂയ. ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ ജയിക്കും. ഇന്ന് പോയ കഷ്ടതകളൊക്കെ പിന്നീട് ഓർമ്മയായി നിൽക്കും. ആ കഷ്ടതകൾ നിങ്ങളുടെ അവസാനമല്ല, നിങ്ങൾ അതിനെ അതിജീവിക്കും, അതിന്റെ ഓർമ്മയാകും, ഒരു സാക്ഷ്യമായി മാറും. പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ ശോധനകൾ, എല്ലാ കഷ്ടതകൾ, അവിടെ ഒന്നും ഞങ്ങൾ അധൈര്യപ്പെടാതെ ഉറച്ചു നിന്ന് ജയിക്കുവാൻ സഹായിക്കും. ഞങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കുന്ന സകല ശത്രുവിന്റെ പോരുകളിൽ നിന്ന് ഞങ്ങൾ കർത്താവെ മാനസികമായി അസ്വസ്ഥമാക്കുവാൻ, തളർത്തുവാൻ, പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന സകല പോരുകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ധൈര്യം പ്രാപിക്കട്ടെ, കഷ്ടതകളെ ജയിക്കട്ടെ, എല്ലാ സാഹചര്യങ്ങളും ജയിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധൈര്യമായി മുമ്പോട്ട് പോവുക. നിങ്ങൾ ജയിക്കും. എല്ലാ സാഹചര്യങ്ങളെയും ജയിക്കുവാൻ കൃപ തരും. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.